पति ब्रह्मचारी। ഇവൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാകും, നിന്റെ ബോഡി ഗാർഡായിട്ട്. എന്റെ ദൈവമേ, ഇത്രയും സുന്ദരനോ? ആരാ ഇഷയുടെ കൂടെ? അറിയില്ല, ആദ്യമായിട്ട് കാണോ ഇഷയുടെ കൂടെ? ഇത്രയും സ്റ്റൈലിഷ് ആയ ആളോ? ഇവിടെ എന്താ നടക്കുന്നത്? രോഹൻ എൻ്റെ അടുത്തേക്ക് വരരുത്. അച്ഛൻ ബോഡി ഗാർഡിനെ കൂടെ വിട്ടിരിക്കാം. രോഹൻ, റോസാപ്പൂവിന്റെ കൂടെ മുള്ളുണ്ട്, നീയൊന്ന് സൂക്ഷിച്ചു. ഇയാള് മാറാതെ തന്നെ നിപ്പുണ്ട്. അച്ഛൻ എന്നെ പെടുത്തി കളഞ്ഞു. പുറത്തുനിന്നുള്ളവർക്ക് ക്ലാസ് നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ പുറത്തിറങ്ങി നിൽക്കണം. പുറത്തേക്ക് പോകൂ. ഇഷ, ഒന്നെങ്കിൽ ഇയാളോട് പുറത്തേക്ക് പോകാൻ പറയൂ, അല്ലെങ്കിൽ നീ പുറത്തു പോകേണ്ടി വരും. ഞാൻ പുറത്തു പോവാം, പക്ഷെ ഒരു കാര്യം, ഇഷയുടെ അടുത്തിരിക്കുന്ന ഈ പയ്യനെ മാറ്റിയിരുത്തണം. അല്ല, എവിടെ പോവാണ്? ടെറസിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടാൻ. കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് നോട്ട്സ് വാങ്ങാൻ പോവാ. ഇനി അതിന് നിന്റെ പെർമിഷൻ വേണമെന്നാണ് പറയുന്നത്. നീ എന്താ ഇവിടെ? ഓ, ഇറങ്ങി പോ ഇവിടുന്ന്. മനസ്സിലായില്ലേ നിനക്ക്? ഇപ്പൊ കാണിച്ച രോഹൻ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. നിന്നെ ഞാൻ രോഹൻ, വേണ്ട. രോഹൻ, ഒന്നും പറ്റിയില്ലല്ലോ. അല്ലെങ്കിൽ നീ ഒരു ഗുണ്ടയല്ലേ? നിന്നെ ബോഡി ഗാർഡ് ആക്കിയതല്ലേ? ചീറ്റിംഗ്, അടിയിടിയോ അല്ലാതെ നിനക്ക് വേറെ എന്തെങ്കിലും അറിയോ? എനിക്ക് തോന്നുന്നു നിന്റെ ഡാഡ് നിന്നെ സംസ്കാരവും മര്യാദയും എന്താന്ന് പോലും പഠിപ്പിച്ചിട്ടില്ലാന്ന്. ഇതെന്റെ മകനല്ല, കഴിഞ്ഞ ജന്മ കർമ്മഫലങ്ങളുടെ ശിക്ഷയാണ്. ആളുകൾ പറയില്ലേ അച്ഛൻ നല്ല ശീലങ്ങളും സംസ്കാരവും പഠിപ്പിച്ചില്ലാന്ന്. ഇപ്പോഴുണ്ടല്ലോ, അവൻ എന്റെ മുന്നിൽ വരുമ്പോഴേ എനിക്ക് രണ്ടെണ്ണം കൊടുക്കാനാ തോന്നുന്നത്. അമ്മയുണ്ടായിരുന്നെങ്കിൽ സംസ്കാരം പഠിപ്പിക്കായിരുന്നു. അമ്മയില്ല, അപ്പൊ ശരിക്കുള്ള സ്വഭാവം കാണിക്കാലോ. സംസ്കാരവും മര്യാദയും നിങ്ങളുടെ അമ്മയെ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ലല്ലോ. കുഞ്ഞിലെ നല്ല തല്ല് തന്ന് വളർത്തിയിരുന്നെങ്കിൽ നിങ്ങൾ ഇത്രയും അഹങ്കാരിയാവില്ല. നമ്മളെ എല്ലാവരെയും നാണം കെടുത്തിട്ട് ഇറങ്ങി പോയവളാ ഇവള്. ഇനി മേലാൽ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ഇനി നീ അവളുടെ പേര് ഉച്ചരിച്ചാൽ ഈശ നിക്ക്.
സീറ്റ് ബെൽറ്റ് ഇടും. സംസ്കാരവും മര്യാദയും നിങ്ങളുടെ അമ്മയെ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ലല്ലോ. കുഞ്ഞിലെ നല്ല തല്ല് തന്ന് വളർത്തിയിരുന്നെങ്കിൽ നിങ്ങൾ ഇത്രയും അഹങ്കാരിയാവില്ല. സോറി. നീ എന്താ പറഞ്ഞേ? ഞാൻ ശരിക്കും കേട്ടില്ല. സോറി. നീ ശരിക്കും സോറി പറഞ്ഞതാണെങ്കിൽ നിനക്ക് ഇച്ചിരെങ്കിലും മനുഷ്യത്വം ഉണ്ടെങ്കിൽ നീ പ്രോമിസ് ചെയ്യും. നീ നിന്റെ ശരിക്കുള്ള സ്വഭാവം എന്റെ അച്ഛനോട് പറയും. നീ ഒരു ഒന്നാം തരം ഗുണ്ടയും ചതിയനും ആണെന്നും എനിക്ക് ഈ പണി പറ്റില്ലെന്നും ഈ ജോലി ചെയ്യാൻ താല്പര്യമില്ലെന്നും. ഇതെനിക്കൊരു ജോലി മാത്രമല്ല സാർ, എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം കൂടിയാണ്. പിന്നെ അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് തനിക്ക് എന്ത് ആപത്തുണ്ടായാലും അതിൽ നിന്നെല്ലാം ഞാൻ തന്നെ രക്ഷിക്കണം. എന്ത് ഉത്തരവാദിത്വമാണോ എന്നെ ഏൽപ്പിച്ചത് അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ആരൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പിന്നോട്ട് മറന്ന പ്രശ്നമേ ഇല്ല. ആഹാ, ഇതാണോ കാര്യം? നീ നോക്കിക്കോ, നിന്റെ മാമൻ തന്നെ നിന്നെ ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. എന്തായി കാണിക്കുന്ന എന്തായി കാണിക്കുന്ന വണ്ടി വേണ്ട 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 വേണ്ട. നിങ്ങൾക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത്? ഇപ്പൊ രണ്ടുപേരുടെ ജീവൻ പോവായിരുന്നു, അറിയോ? ജീവൻ എന്തായാലും പോകും. എന്റെ അല്ല, നിന്റെ മാത്രം. ഞാൻ എന്റെ അച്ഛനോട് പറയും, ആദ്യ ദിവസം തന്നെ അച്ഛൻ നിയമിച്ച വിശ്വസ്തനായ ബോഡി ഗാർഡ്, എന്താ നിന്റെ പേര്? ആ, എന്തോ ആവട്ടെ, അദ്ദേഹത്തിന്റെ മോളെ രക്ഷിക്കാൻ പറ്റിയില്ല. നിനക്കറിയോ, എനിക്കൊരു ചെറിയ മുറിവ് പറ്റിയതേ ഉള്ളൂ. അച്ഛൻ വല്ലാത്ത പുകില വീട്ടിൽ കാണിച്ചേ. അപ്പോ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും വലിയ മുറിവുമായിട്ട് നിന്നെ എന്തായിരിക്കും ചെയ്യാ? നിന്നെ തല്ലി തല്ലി ജോലി പുറത്താക്കും. നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? നിന്നോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു ഈ ജോലിന്ന് പുറത്തു പോവാൻ. അപ്പൊ നീ സമ്മതിച്ചില്ല. അനുഭവിച്ചോ? നീ എന്താ ചിരിക്കുന്നേ? ഒന്നുമില്ല, പെട്ടെന്ന് ഒരു അനൗൺസ്മെന്റ് കേട്ട പോലെ തോന്നി. സാധാരണ ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നവരോട് പറയത്തില്ലേ, മുന്നിലിരിക്കുന്നവരോട് മാസ്ക് ധരിക്കാൻ പറയുന്നതിന് മുമ്പേ സ്വന്തമായിട്ട് മാസ്ക് ധരിക്കുക. അത്രേ ഉള്ളൂ. ഞാനും അങ്ങനെ തന്നെയാ ചെയ്തത്. ഒരു മിനിറ്റ്. രണ്ടുപേരുടെ ജീവൻ പോവായിരുന്നു, അറിയോ? ജീവൻ എന്തായാലും പോകും. എന്റെ അല്ല, നിന്റെ മാത്രം. ഞാൻ എന്റെ അച്ഛനോട് പറയും, ആദ്യ ദിവസം തന്നെ അച്ഛന്റെ വിശ്വസ്തനായ ബോഡി ഗാർഡ്, എന്താ നിന്റെ പേര്? അദ്ദേഹത്തിന്റെ മോളെ രക്ഷിക്കാൻ പറ്റിയില്ല. എന്തിനും തികഞ്ഞ ഒരു താന്തോന്നിയോടാണ് തന്റെ ഇങ്ങനത്തെ ഓരോ പ്രവർത്തികൾ. അതും ഗുണ്ടായുസത്തിൽ ഡിഗ്രി എടുത്ത് PhD എടുത്ത് സൂരജ് എന്ന എന്നോട്. പിന്നെ എന്റെ ജോലി ഒരൊറ്റ കാരണം കൊണ്ടേ പോത്തു. ഈ വീഡിയോ കണ്ടതിന് ശേഷം തന്റെ അച്ഛൻ തന്നെ ഉറപ്പായും ഒരു മുറിയിൽ അടച്ചിട്ടു. പിന്നെ തനിക്ക് പുറത്തിറങ്ങാനും പറ്റത്തില്ല. പിന്നെ ഒരു ബോഡി ഗാർഡിന്റെ ആവശ്യവുമില്ല. മനസ്സിലായോ? അച്ഛൻ മോളെ, നിനക്ക് എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ലല്ലോ. സർ, നന്നായി മോളെ നീ എനിക്ക് മെസ്സേജ് അയച്ചത്. ഇല്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇതിനെ കുറിച്ച് എങ്ങനെ അറിയുന്നേ?
സൂരജ്, ഇതൊക്കെ എങ്ങനെ സംഭവിച്ചത്? മറുപടി പറയാൻ. അച്ഛാ അത് സാർ, അത് വണ്ടിയുടെ കുറുകെ ഒരു കാട്ടുപൂച്ച ചാടിയത്. പെട്ടെന്നെടുത്ത് വണ്ടിയുടെ ഇടയിലേക്ക് ചാടിയതുകൊണ്ട് എനിക്ക് കാണാനും പറ്റില്ല സാർ. ഞാൻ മാക്സിമം ശ്രദ്ധിച്ചാ ഓടിച്ചത്. പക്ഷേ ശ്രദ്ധിച്ചു പോലും അശ്രദ്ധ കാണിക്കാനല്ല ഞാൻ നിന്നെ ജോലിക്ക് വെച്ചത്. എന്റെ മോളുടെ ജീവൻ സംരക്ഷിക്കാനാ നിന്നെ അവളുടെ ബോഡി ഗാർഡാക്കിയത്. ആക്ച്വലി അച്ഛാ ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. പെട്ടെന്ന് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു അച്ഛാ. ഒന്നും ആലോചിക്കാതെ ഞാൻ പെട്ടെന്ന് സ്റ്റിയറിംഗ് പിടിച്ച് തിരിച്ചു. സോറി അച്ഛാ. നോക്കുമോളെ, ഇവനുണ്ടല്ലോ, ഇവന് അവന്റെ ജോലി നന്നായിട്ട് അറിയാം. അവന്റെ ജീവൻ കൊടുത്ത് നിന്നെ അവൻ രക്ഷിക്കും. നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. നീ പൂർണ്ണമായും സുരക്ഷിതയാണ്. പിന്നെ കാട്ടിലെ പൂച്ചകളെ നേരിടാൻ നന്നായിട്ട് പഠിച്ചിരിക്കണം, കേട്ടല്ലോ. അതുകൊണ്ട് ഇനി മുതൽ ഇവന്റെ ജോലിയെ തടസ്സപ്പെടുത്തരുത്. നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിക്കാം. വാമോ. നീ എന്നെ ഇന്ന് ബ്ലാക്ക്മെയിൽ ചെയ്ത് രക്ഷപ്പെട്ടു. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ നിന്റെ താന്തോന്നിയുടെ മുഖം ഞാൻ വലിച്ചു കീറും. ഞാനും എന്റെ പപ്പയുടെ മകളല്ലേ. മുത്തശ്ശി, എനിക്കത് നല്ല പേടിയുണ്ട്. നീ അവിടെ ഇരിക്കെ. പൂജാരി പറഞ്ഞതാണ്, അദ്ദേഹത്തിന്റെ പ്രവചനം ഒരിക്കലും മാറില്ല. നീ പറഞ്ഞതുപോലെ അനുസരിച്ചാൽ പെട്ടെന്ന് തന്നെ നിനക്ക് സന്താന ഭാഗ്യം ഉണ്ടാകും. മുമ്പത്തെ പോലെ തന്നെ അവൾ നമ്മുടെ മേൽ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിനുശേഷം നമുക്ക് ഒന്നിൽ നിന്ന് ഒരു പ്രയോജനം നേടാൻ കഴിയില്ല. അല്ലെങ്കിൽ ഈ സമയത്ത് എനിക്ക് അങ്ങനെ തോന്നില്ലായിരുന്നു. നീ എന്താ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? പോയി നിന്റെ ജോലി നോക്കടി. രാമ 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 രാമ. രാമ 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 രാമ. ഗുണ്ട താന്തോന്നി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി. ഈശ, ഈ മുറിവ് എങ്ങനെ സംഭവിച്ചു? ചേട്ടത്തി, അത് കാർ ആക്സിഡന്റ് ആയി. എല്ലാ ഗുണ്ട കാരണോ? ചേട്ടത്തി, എനിക്ക് ആ ഗുണ്ടയെ കൂടെ കൊണ്ട് നടക്കാൻ വയ്യ. മുഴുവൻ ദിവസം എന്റെ കൂടെ തന്നെ നിൽക്കുക. ക്ലാസ്സിൽ പോയാ, ക്യാൻറ്റീനിൽ പോയാ, വാഷ്റൂമിൽ പോയാ പോലും അവിടെ തന്നെ നിൽക്കുക. ചേട്ടത്തി, ചേട്ടനോട് ഒന്നും പറയാവോ? അച്ഛനോട് സംസാരിക്കാൻ. ഞാൻ സംസാരിക്കാം. ഒരു കാര്യമില്ല ചേട്ടത്തി. ചേച്ചിക്ക് അറിയാവുന്നതല്ലേ ഈ വീട്ടിൽ അച്ഛന്റെ തീരുമാനത്തിനെതിരായി ആർക്കും ഒന്നും പറയാൻ പറ്റില്ലെന്ന്. നമ്മൾ എന്ത് ചെയ്യാനാ? ഇവിടെ അതേ നടക്കൂ. അച്ഛൻ തീരുമാനിക്കുന്നത് മാത്രം. വിഷയം ഫീസിന്റെ അല്ല മനോഹർജി. ഞാൻ ആപ്ലിക്കേഷൻ ഇട്ടു. വകുപ്പ് വേറെയാണ്. നമുക്ക് 2 ദൃക്സാക്ഷികളോട് വേണ്ടി വരും. ഞാൻ ആപ്ലിക്കേഷൻ ഇട്ടിട്ടുണ്ട്, എന്നാലും നമുക്ക് ബെയിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ശരി, നിങ്ങളൊരു കാര്യം ചെയ്യൂ. രാവിലെ 10 മണിക്ക് കോടതിയിലേക്ക് വരൂ. ഞാനൊന്ന് നോക്കട്ടെ എന്ത് ചെയ്യാൻ പറ്റുന്ന. 354. അത് സെക്ഷൻ 354 നോൺ വെയിലബിൾ ആയിട്ടുള്ള ഒഫൻസ് അല്ലേ? ഈ സെക്ഷന് മെഡിക്കൽ ഗ്രൗണ്ട്സിലല്ലേ കോടതി ബെയിൽ അനുവദിക്കത്തുള്ളൂ. ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ എന്തെങ്കിലും വലിയ ഹോസ്പിറ്റലിന്റെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യേണ്ടി വരും. ആഹാ, ബ്രില്യന്റ്. ദാ ഇത് നന്നേക്ക്. നീ എന്തിനാ നിൽക്കുന്നത്? ഇരിക്കെ, അവിടെ ഇരിക്കെ. ചേട്ടത്തി, ഫോൺ ഇവിടെ മറന്നു വെച്ചോ? ഞാനിത് എങ്ങനെയാ മറന്നത്? എന്റെ സ്വന്തം വീട്ടിൽ ഏറ്റവും നല്ലൊരു വക്കീലുണ്ടെന്ന് ഞാൻ എങ്ങനെ മറന്നു? ഗുലാബ് സിംഗിന്റെ മകൻ അനുരാഗ് സിംഗിന്റെ ഭാര്യ ഇത്രയും ഒരു ബ്രില്യന്റ് ആയിരുന്നോ? വിവാഹശേഷം ഭർത്താവിന്റെ വീട്ടുകാർ അവരുടെ പ്രാക്ടീസ് നിർത്തിവെച്ചു. ഇല്ലെങ്കിൽ നീയും അനുരാഗിനേക്കാൾ മുന്നിലെത്തിയേനെ. അതങ്ങനെയല്ല ഏട്ടാ. നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കണേ? നീ എല്ലാവരുടെയും മുന്നേ എന്നെ തരം നടത്താൻ നോക്കുന്നോ? ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ. നിന്റെ ജോലി ഈ വീടിനൊരു അവകാശം തരിക എന്നതാണ്, അല്ലാതെ ഭർത്താവിന്റെ കാര്യത്തിൽ ഇടപെടാനുള്ളതല്ല. മനസ്സിലായോ? അങ്ങനെയൊന്നും അല്ല ഏട്ടാ. ഞാൻ നിങ്ങളെ സഹായിക്കാൻ നോക്കിയതാ. അല്ലാതെ ചേട്ടത്തി, ഈശ നോക്കടി,
നിന്റെ ഏട്ടൻ എന്നെ എങ്ങോട്ടും വിടാതെ ഇവിടെ പിടിച്ചിരുത്തുക. അതിനെന്താ ചേട്ടത്തി, ആളുകൾ സന്തോഷം കൊണ്ട് തലയിൽ വെക്കുന്നു, പിന്നെ ആ ചേട്ടത്തി വേറെ കസേരയിലല്ലേ. ചേട്ടത്തി ചേട്ടനോട് സംസാരിച്ചോ? ഇല്ല. എന്തിനെ കുറിച്ച്? ചേട്ടാ, അച്ഛനോട് സംസാരിച്ച് ഈ ഗുണ്ടയെ ഒന്ന് മാറ്റി തരാവോ പ്ലീസ്? ചേട്ടൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 24 മണിക്കൂറും ഇങ്ങനെ ഒരു ഗുണ്ട, അതും ചേട്ടന്റെ സഹോദരിയുടെ കൂടെ. ആ കാര്യത്തിൽ നീ ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല. പിന്നെ അത് അച്ഛന്റെ വിശ്വാസത്തിലാണ്. അത് മാത്രമല്ല, മറ്റുള്ള ആൺകുട്ടികളെ പോലെ അല്ല അവൻ. അവനൊരു ബ്രഹ്മചാരിയാണ്, യഥാർത്ഥ ബ്രഹ്മചാരി. ആഹാ, ബ്രഹ്മചാരിയോ? നീ നോക്കിക്കോ, ഞാൻ നിന്നെ ജോലി ഓടിക്കുന്നത്. ബിന്ദു, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. നീ പായസം വെച്ചില്ലേ? എടുത്തോട്ടോ. ഇല്ല, ഞാനത് അപ്പൊ തന്നെ എടുത്ത് പുറത്തോട്ട് കളഞ്ഞു. നീ നിന്റെ അച്ഛനോട് പോയി ചോദിക്ക്, അങ്ങേരുണ്ടാക്കി തരും പായസം. ഇനി നീ എന്തിനാ അച്ഛനെ ഇതിന്റെ ഇടയ്ക്ക് വലിച്ചടക്കുന്നത്? എനിക്കറിയാം, നീ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, എടുത്തോട്ടോ. ഇവിടെ പായസം ഒന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ? കുട്ടിക്കാലം മുതൽ എനിക്ക് നിന്നെ അറിയാം. നീ എന്ത് വിഷം ഉണ്ടാക്കിയാലും അത് നീ സൂരജിനെ ഉണ്ടാക്കുമെന്ന്. അതുകൊണ്ട് നീ കളിക്കാൻ ചെന്ന് എടുത്തിട്ട് ചെല ചെല ചെല. അതെ, കാശ് മുഴുവൻ ഇപ്രാവശ്യവും പാലിനും കറണ്ടിനും അടച്ചു തീർത്തു. ഇനി നിന്റെ സ്വർണ്ണം എന്തെങ്കിലും തന്നാലേ കാര്യങ്ങൾ നടക്കൂ. അതെ, സോറി കേട്ടോ. നീ എല്ലാ പ്രാവശ്യവും എന്താ ചെയ്യുന്നത്? ചേട്ടാ, 5000 രൂപ കടം കിടക്കുന്നു, പാല് പോലും തരില്ല എന്ന് പറയുന്നു. എന്ത് ചെയ്യും? അതെ, നീ ഒന്നും മനസ്സിലാക്ക്. കറണ്ടിന്റെ കാര്യം അങ്ങനെയല്ല. അവരൊക്കെ സർക്കാർ ജോലിക്കാരാണ്. കറണ്ടിന് പൈസ അടച്ചില്ലേ അവരൊന്ന് മീറ്റർ എടുത്തുള്ളൂ. എന്ത് ചെയ്യുന്നു ഒരു പിടിയും കിട്ടുന്നില്ല. സൂരജ്, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. പാൽക്കാരന്റെ കാശും പിന്നെ കറണ്ട് ബില്ലും ഞാൻ തന്നെ അടച്ചോളാം. ഓക്കെ? അയ്യോ, വേണ്ട 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 വേണ്ട. അമ്മാവൻ അറിഞ്ഞ ചായ പോലും വേണ്ടെന്ന് പറയും. വേണ്ട വേണ്ട. സൂരജിനെ നമ്മൾ പിന്നും ബുദ്ധിമുട്ടിപ്പിക്കുക. ഇത് 6000 രൂപയുണ്ട്. ഇത് വെച്ച് ബില്ലടയ്ക്ക്. അച്ഛൻ ചോദിക്കുകയാണെങ്കിൽ പറയരുത്, ഈ കാശ് ഞാൻ തന്നെയാണ്. ഓക്കെ? നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എല്ലാ പ്രാവശ്യവും അനിയന്റെ ഇങ്ങനെ മേടിക്കുന്നത് ശരിയായ കാര്യമില്ല. വേണ്ട വേണ്ട, ഇത് കൊടുത്തേക്ക്. ഇത് വെച്ചേക്ക്. ഞാനും നിങ്ങളുടെ അനിയനല്ലേ. അങ്ങനെയൊന്നും പറയല്ലേ, നമ്മുടെ സ്വന്തമല്ലേ, എന്റെ അനിയനല്ലേ. അതെ, സ്വന്തം കരുതി മനസ്സോടെ ഈ പൈസ വാങ്ങിക്കുന്നത്. ഇദ്ദേഹത്തിനൊരു നല്ല വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ വീട്ടാവശ്യത്തിന് ഒരു സഹായമെങ്കിലും ആവും. ഇപ്പൊ തന്നെ വീട്ടിൽ നല്ല ബുദ്ധിമുട്ടാ. അല്ല ചേട്ടാ? അതെ, തീർച്ചയായിട്ടും. വീട്ടു സാധനം മേടിക്കാനും ഇപ്പൊ തന്നെ വീണ്ടും അനിയനോട് ചോദിക്കുന്നതും വാങ്ങുന്നതും അത്ര ശരിയല്ല. പറയാനുള്ള വിഷമം കൊണ്ടാ ഇങ്ങനെ നിക്കുന്നത്. അറിയില്ല എന്ത് ചെയ്യുമെന്ന്. നീ എന്തായി ചെയ്യുന്ന സൂരജ്? സ്വന്തമായിട്ട് സമ്പാദിച്ച കാശ്. പിന്നെന്താ, വാ പോവാ. സന്തോഷമായോ? ആരൊക്കെ എന്റെ കൂടെ പായസം കഴിക്കാനുണ്ട്? എന്നാ വാ, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കഴിക്കാം. വാ. ഇന്നും അവൻ എന്നെ ഒഴിവാക്കി ജാനകിയമ്മ. പക്ഷെ ഒരു ദിവസം ഉണ്ടല്ലോ, അവനെ ഞാൻ എന്റെ അടുത്തിരുത്തി ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം അവനെ കൊണ്ട് കഴിപ്പിക്കും. നോക്കിക്കോ, ബ്രഹ്മചാരി പേരും പറഞ്ഞ് ഇവൻ എത്ര നാൾ എന്നിൽ നിന്ന് ഒളിച്ചോടുന്നു. നീ ഇങ്ങനെ തന്നെ നിന്റെ പ്രണയത്തിന് വിശ്വസിക്കേ. പ്രണയത്തിന് ഭയങ്കര ശക്തിയാ മോളെ. വലിയ വലിയ കല്ലുകൾ പോലും ഉരുകി പോകുന്നു. ഇവൻ ചെറിയൊരു മനുഷ്യനല്ലേ, അത്ര തന്നെ. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരുമിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം കിട്ടട്ടെ.
പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ആന്റി, അവൻ അഥവാ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ അവനെ ബലം പ്രയോഗിച്ചുകൊണ്ട് പോയി അവനെ കൊണ്ട് താലിയും കെട്ടിച്ച് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കും. വാ, എന്നാൽ ഞാനായിരിക്കും ലോകത്തിലെ ആദ്യത്തെ ഇങ്ങനെ ഒരു അമ്മായിയമ്മ മരുമകൾ ഒളിച്ചോടി വിവാഹം കഴിക്കുന്നതിന്റെ പേരിൽ സന്തോഷിക്കുന്നത്. ശരി ശരി, ഇതിന് സന്തോഷത്തില്ലേ, നമുക്കൊരു ഐസ്ക്രീം കഴിക്കാം. ഓ, ദേ ഒരെണ്ണം കൂടെ തന്നെ, പെട്ടെന്ന് പെട്ടെന്ന്. റെഡി? നിനക്ക് ഉറപ്പുണ്ടോ ഈ പ്ലാൻ വർക്ക്ഔട്ട് ആവോ? തീർച്ചയായിട്ടും നടക്കും. നീ മിണ്ടാതെ നോക്ക്. വലിയ വലിയ മുനിമാരുടെ തപസ് ഇളകിയിട്ടുണ്ട്. പിന്നെ ഈ ബ്രഹ്മചാരി ആരാ മയങ്ങാതിരിക്കാൻ? അവൻ വലിയ കൗശലക്കാരനാ, നീ സൂക്ഷിച്ചിടപെടണം. മാനേജ്, പിന്നെ ഞാനും കൂടെ ഉണ്ടല്ലോ അവിടെ. ഡോണ്ട് വറി. ഇനിയാണ് കളി. ബ്രഹ്മചാരി. നീ ഇവിടെ നിക്ക്, ഞാനിപ്പോ വരാം. അല്ല, നിങ്ങൾ എങ്ങോട്ട് പോവാ? എവിടെയാണോ ആളുകൾ ഒറ്റയ്ക്ക് പോകുന്നത് അവിടേക്ക്. മുകളിലേക്ക് പോകുന്ന കാര്യമില്ല, വാഷ്റൂം പോകുന്ന കാര്യം. എങ്കിൽ ഞാൻ പോട്ടെ. സൂക്ഷിച്ചു ബ്രഹ്മചാരി, വരുന്നുണ്ട് കന്യാകുമാരി. ഓ നോ, എനിക്ക് ഐ ആം സോ സോറി. ആക്ച്വലി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ സുഖമില്ലാതെ കിടപ്പാണ്. അപ്പോൾ ഞാൻ വീട് പുറത്തുനിന്ന് പൂട്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ താക്കോൽ ഇവിടെ എവിടെയോ മിസ്സായിരിക്കുമോ? പ്ലീസ് നിങ്ങൾ എന്നെ ഒന്ന് നോക്കാൻ സഹായിക്കാമോ? പ്ലീസ് ഒന്ന് സഹായിക്കൂ. ഇവിടെ എവിടെ തന്നെ വീണത്. ശരി. ഒരു പക്ഷേ അവിടെയാണെങ്കിലോ? നമ്മുടെ പ്ലാൻ എല്ലാം നന്നായി വർക്ക്ഔട്ട് ആവുന്നു. സോറി, സോഫ്റ്റ് മെറ്റീരിയൽ അല്ലേ, അതുകൊണ്ട് വീണ് പോയതാ. അല്ലേലും ഇതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ. എന്തായാലും നന്നായി. താക്കോല് കളഞ്ഞു പോയില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാതെ മിണ്ടാതങ്ങ് നടന്നു പോവില്ലായിരുന്നോ? അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങളെ പോലെ ഒരു നല്ല മനുഷ്യനെ ഞാൻ ക്ലാസ് റൂമിൽ നോക്കിയായിരുന്നു. ചിലപ്പോ കാണുമായിരിക്കും, പക്ഷേ ക്ലാസ് കഴിഞ്ഞു കാണും. ക്ലാസ്സിലാണെങ്കിൽ ആരും കാണത്തുമില്ല. അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് പോവാനും പേടിയാണ്. നിങ്ങളും കൂടി വരുമോ എൻ്റെ ഒപ്പം? ശരി, വാ, നടക്കും. എനിക്ക് തീർച്ചയായും അറിയായിരുന്നു ഇവനൊരു കള്ള ബ്രഹ്മചാരിയാണ്. നീ എന്നെ വെല്ലുവിളിക്കുന്നേ? ഇപ്പൊ നോക്കിക്കോ, ഞാനിത് അച്ഛന് മാത്രമല്ല കാണിക്കാൻ പോകുന്നേ, മൊത്തം സോഷ്യൽ മീഡിയയിലിട്ട് നിന്നെ നാണം കെടുത്തും. വാതിൽ തുറക്ക്, ദയവായി വാതിൽ തുറക്ക്. അടുത്ത തവണ നിന്റെ ബുദ്ധിയിൽ ഉദിച്ചതുപോലെ ഏതെങ്കിലും പെണ്ണിനെ കൊണ്ട് എന്റെ അടുത്തേക്ക് എങ്ങാനും വന്നാൽ അമ്മയെ കാണുന്ന പവിത്രതയിലാണ് ഞാൻ സ്ത്രീകളെ കാണുന്നത്. നിന്റെ കണ്ണിൽ ഞാൻ ആരോ ആവട്ടെ, പക്ഷെ ഞാൻ ആരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്റെ ബ്രഹ്മചര്യമാണ് എന്റെ തിരിച്ചറിവും എന്റെ ഗുരുത്വവും. ഇനി നീ ഇത്തരം കുബുദ്ധിയുമായി എന്റെ അടുത്തേക്ക് വരരുത്.